അതിനുമാതായി 1937 പ്രവിശ്യ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുമ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, യാഥാസ്ഥിതികരായ ആളുകൾ അദ്ദേഹത്തിനെതിരായി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ പോലും ഫത്വയുടെ ശക്തമായ കാലം 100 കൊല്ലം 90 കൊല്ലം മുമ്പ് ഫത്വയുടെ ശക്തതായിരിക്കും കാഫിറാണെന്ന് പറഞ്ഞത്. കാഫിറാണെന്ന് പറഞ്ഞ് അറബി മലയാളം പതിപ്പിന്റെ ഫത്വ എല്ലാ മുസ്ലിം വീടുകളിലെത്തി. എന്നിട്ടും അബ്ദുറഹിമാൻ സാഹിബ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എല്ലാ കാലത്തുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സാമ്രാജ്യത്വത്തിന് എതിരായി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ജിഹ ആയിരുന്നു അൽ അമീൻ പത്രമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്ഥാപിച്ച അൽ അമീൻ പത്രത്തിന്റെ 100ാം വാർഷികത്തിന്റെ സമാപനവും പ്രഥമ മുഹമ്മദ് അബ്ദുറഹിമാൻ മാധ്യമ പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അബ്ദുറഹിമാൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടുനിന്ന വിവിധ പരിപാടികൾ ാണ് മാധ്യമ സെമിനാറോടെ സമാപനമായത്. പ്രഥമ മുഹമ്മദ് അബ്ദുറഹിമാൻ മാധ്യമ പുരസ്കാരം മുതിർന്ന പത്രപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാമിന് വി.ഡി. സതീശൻ സമ്മാനിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ. രാജഗോപാലും പുരസ്കാരത്തിന് അർഹനായി. മുഹമ്മദ് അബ്ദുറഹിമാൻ ട്രസ്റ്റ് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് എം.എൽ.എ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് VS ജോയ്, UDF ചെയർമാൻ PT അജയ് മോഹൻ, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.